ചിക്കൻ ടിക്ക ഗ്രേവിയാണ്. ഇതിന് ഇച്ചിരി ഒരു പണിയുണ്ട്. എന്നാൽ നമുക്ക് പണി എളുപ്പമാക്കാനായിട്ട് ഇപ്പം സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഈ ചിക്കൻ ടിക്കയുടെ പൊടിയൊക്കെ കിട്ടാറുണ്ട്. ഇനിയിപ്പോൾ അത് അങ്ങോട്ട് മേടിക്കാൻ പോകാൻ ഒത്തില്ലേ തന്നെ വിചാരിച്ചോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഇതിന് താഴെ എന്നൊക്കെ ചേർത്തേച്ചാണ് നമ്മളൊരു ടിക്ക മസാല ഉണ്ടാക്കുന്നത്, അതിൻ്റെ അളവ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. ഇനിയിപ്പോൾ നമ്മളത് പറയുവാന്നേരം ഒരു ഇച്ചിരി കൂടുതലുണ്ട്. അതിനകത്ത് ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഉപ്പുണ്ട്. പക്ഷെ അത് നമ്മൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാ ഉപ്പിട്ടേച്ചാൽ മതി. ഉപ്പിട്ടേച്ച് എന്നാ ചെയ്യണമെന്നറിയാമോ, ലാസ്റ്റ് നമ്മൾ ചിക്കൻ എല്ലാം പെരട്ടി അങ്ങോട്ട് വേവാൻ വെച്ചേച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു കൽക്കരി എടുത്തിട്ട് അതിനകത്ത് നല്ലതായിട്ട് ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ചേച്ച് നമ്മൾ അടച്ചു വെക്കും. അതായത് അതിൻ്റെ ആ പുകച്ചോവ വരണം. പണ്ടൊക്കെ ആന്നേൽ എന്നാ പറയുക, ഒന്ന് അടി പിടിക്കുകയോ അല്ല പുകച്ചോവ എന്നേലും വന്നു കഴിഞ്ഞാൽ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഒത്തിരി വഴക്കുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മച്ചിയോട് ചോദിക്കും അപ്പച്ചൻ, എന്നാ അടി ഇത് പുകഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുവേ. ഇപ്പം ആണ്ടത് കണ്ടോ പുകച്ചാത് തിന്നുന്നേ. അന്നേരം പിന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ആ വ്യത്യാസം. എന്നാൽ ഈ പുകച്ചൊന്നും തിന്നാൻ ഒക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഇന്ദുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലാക്ക് സോൾട്ട് ഉണ്ട്, അന്നേരം അത് ഇട്ടേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ വരും. വലിയായിട്ട് പുകയ്ക്കാനും മെനക്കെടാനും ഒന്നും പോണ്ട. ഇതിട്ട് അങ്ങോട്ട് തിരുമ്മി വെച്ചേച്ചാൽ മതി ഏതാ നമ്മുടെ ചിക്കൻ. അപ്പം നമുക്കിതൊന്ന് തുടങ്ങിയാലോ. അതുകൊണ്ട് വീട്ടിൽ പൊടിക്കാനാന്നേൽ ഞാൻ അതിൻ്റെ അളവും കാര്യങ്ങളും തന്നേക്കാം. അത് ഉള്ളത് വെച്ച് അങ്ങ് പൊടിച്ചേച്ചാൽ മതി. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചിക്കൻ എടുക്കുക. ഇതിനകത്തോട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ഇടാവേ, കുറച്ച് മതി. ഒരു ചിക്കൻ്റെ അളവ് അനുസരിച്ചാണ് ഈ പറഞ്ഞ പോലെ. എനിക്ക് ഈ സ്പൂൺ കണക്കൊന്നും അധികം പറയാൻ അറിയാൻ മേലെ. അത് അറിയാൻ മേലെന്ന് പറഞ്ഞാൽ ഞാനത് ശീലിച്ചില്ല. എന്നാന്ന് വെച്ചാൽ ഒരു സ്പൂൺ അങ്ങനെയൊക്കെ പറയുന്നതിനെക്കാട്ടിലും ഇപ്പം ഇതൊരു 10 കഷ്ണം ഇറച്ചിയാണ്. ഇത് ബോൺലെസ്സോ അങ്ങനെയൊന്നുമല്ല. ബോൺലെസ് ആണെങ്കിലും അങ്ങനെ എടുക്കാം, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇതൊരു 10 കഷ്ണം അല്ലെങ്കിൽ ഒരു 12 കഷ്ണം. ഞാനൊരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇനി ഇടുന്നത് എന്നാണെന്നറിയാവോ, അയ്മോദകമാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ ഗ്രില്ലേ വെച്ച് ചുട്ടെടുത്ത് അത് ഡ്രൈ ആയി. എങ്ങനെ ആയാലും കൊടുക്കാം. ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കാം, ഇല്ലേ വേണ്ട. അപ്പം 2 in 1 ആണേ. ഇനി അയ്മോദകം എന്ന് പറയുന്ന ഒരുപാട് മുന്നിട്ട് നിൽക്കരുത്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ടേസ്റ്റ് അതിനകത്ത് വന്നേച്ചാൽ മതി. നെക്സ്റ്റ് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ 1 കിലോ ചിക്കൻ ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ, 1.5 ടീസ്പൂൺ ഇഞ്ചി, 1.5 ടീസ്പൂൺ വെളുത്തുള്ളി, അങ്ങനെയാണ്. ഇതിപ്പോൾ ഒരു അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ചേർക്കാം. നമ്മുടെ വാങ്ങിക്കുന്ന കോഴിയുടെ അളവ് അനുസരിച്ച് എടുത്തേച്ചാൽ മതിയേ. ഇത് പക്ഷേ ഞാൻ പൊടിച്ചു വെച്ചേക്ക്, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ എന്നൊക്കെ ചേർത്താൽ പൊടിക്കേണ്ടതെന്ന് വെച്ചിട്ട് ആ ചിക്കൻ ടിക്ക മസാല ഉണ്ടാക്കുന്നത്, അത് വെച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന അതല്ല. നമുക്കിനി അതിനൊന്നും മെനക്കെടാൻ നേരം ഇല്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചേച്ചാൽ മതി. ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങാനീര്. നാരങ്ങാനീര് ഞാൻ ആ പൊടിയിലോട്ടാണ് ചേർക്കുന്നത്, ചിക്കനിലോട്ട് ഡയറക്റ്റ് ചേർത്ത് വെച്ചാൽ പാടാട്ടോ. ഇനി നാരങ്ങാനീര് ചേർക്കുന്നതുകൊണ്ട് തൈരും നോക്കി വേണം ചേർക്കാൻ, കാരണം രണ്ടും പുളിയാണ്. ഇത് വലിയ പുളി ഇല്ലാത്തത് എടുത്തേച്ചാൽ മതി. തേട്ടെ, ഇതാണ് ഞാൻ പറഞ്ഞ ഇന്ദുപ്പ് എന്ന് പറയുന്ന സാധനം. അത് അതിനൊരു മണമുണ്ട്. ഇതാണ് മറ്റേത്. പിന്നെ നമ്മൾ മെനക്കെടണ്ട, ഏതാ കരിച്ച് എണ്ണ ഒഴിച്ച് അടച്ചു വെക്കലൊന്നും വേണ്ട. സാധാ ഉപ്പിനെക്കാട്ടിലും ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. അതല്ല കുറഞ്ഞു പോയി എന്ന് തോന്നുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധാ ഉപ്പൂടെ ഇടാം. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് മാരിനേറ്റ് ചെയ്യാം. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ ഒന്നും ആയില്ല ചേച്ചി, ഇതൊന്നും ചെയ്തിട്ട് ഒത്തില്ല എന്ന് പറയുവാന്നേലെ സത്യം പറയാമല്ലോ, അതിനകത്ത് ഒരിച്ചിരി ഫുഡ് കളർ ഇടും. പക്ഷെ ഞാനത് ഇടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ നിറം അത്രയും വരികയില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി, കാശ്മീരി മുളക് പൊടി മതി. അതിനത്ര എരിവുള്ള കൂട്ടത്തിലല്ല അത്. ഇനി ഇതിവിടെ മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും മതി. കാര്യം നമ്മൾ അന്നേരമാണല്ലോ നമ്മൾ അമ്മമാരെപ്പോഴും ചിന്തിക്കുന്നത്, വീട്ടിൽ എന്നൊക്കെ സാധനം ഉണ്ടോ, അതൊക്കെ അപ്പം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയേച്ചാൽ നമ്മൾ തുടങ്ങുന്ന ഒരു സാധനം. അതല്ല നേരത്തെ പിള്ളേർ പറയുവാന്നേ കുഴപ്പമില്ല, നമുക്ക് കരുതാൻ നോക്കുവേ. എന്നെ സംബന്ധിച്ച് എപ്പോഴും പറയാം, ഇന്ന് നമുക്കിതുണ്ടാക്കി കാലോ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ അടുക്കളയിൽ ഉണ്ടേൽ മോനെ ശ്രമിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഉള്ളത് വെച്ച് ചെയ്ത് തരുമെന്ന് പറയും. നമ്മൾ അമ്മമാരെല്ലാവരും മിക്കവരും അങ്ങനെയാണെന്നും എനിക്കറിയാം. പക്ഷേ ഇതിനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ തലേന്നേ ഇതൊന്ന് പെരട്ടി, നമ്മളിപ്പോൾ നാളെ ഉണ്ടാക്കുവാന്ന് ശ്രമിക്കുമെന്ന് വിചാരിച്ചു, അത് തലേന്നേ ഉണ്ടാക്കി പെരട്ടി ഫ്രിഡ്ജ് വെക്കുവാന്നേൽ കുറച്ചുകൂടെ നല്ലതായിട്ട് പിടിക്കും. നമ്മുടെ ചിക്കൻ തൈര് ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവും. അതങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നടക്കും. ഇനി ഇതൊന്നും ഒത്തില്ലേൽ പെരട്ടി അന്നേരം തന്നെ അടുപ്പേ വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, അടുപ്പയിലോട്ട് വെച്ചൊന്ന് വേവിക്കാൻ പോവാ.
അരപ്പൊന്നും കളയണ്ട കേട്ടോ. ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങ് എടുത്തു. എൻ്റെ അറിവിൽ എപ്പോഴും ഞാൻ പറയുന്നത് ചിക്കനിൽ നിന്ന് വെള്ളം ഊറണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് ഇനി നല്ലതായിട്ടൊന്ന് വെന്ത് വറ്റി വെള്ളം ഫുൾ പറ്റി അതിൻ്റെ അരപ്പ് അതിൻ്റെ മേലെ പൊതിഞ്ഞിരിക്കുവല്ലേ, ആ നേരത്തേക്ക് ഇച്ചിരി കൂടെ രുചി കൂടാനാന്നേൽ ഒരു 2 ക്യൂബ് ബട്ടർ ഇട്ടേച്ച് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വരും. ഓൾമോസ്റ്റ് അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് വറ്റി. ഞാനിത് ഒത്തിരി മൊരിക്കുന്നില്ല, ചിക്കൻ നല്ലതായിട്ട് വെന്തു. നിങ്ങൾ കാണാമല്ലോ അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ എന്നാ പറയാം, നമ്മളെപ്പോഴും എന്നാ ഉണ്ടാക്കിയാലും ഒരിച്ചിരി സ്വാദ് കൂടുന്നത് വേണം ഉണ്ടാക്കാൻ. അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നറിയോ, കുറച്ച് ബട്ടർ ഇടുവാണ്. 1 ക്യൂബ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊന്ന് ചുറ്റി അതൊന്ന് വറുത്ത് ഒരു മുരിച്ച എഫക്റ്റിൽ എടുക്കാൻ പറ്റും. വേണമെങ്കിൽ അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്തുപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൽക്കരി നല്ലോണം അടുപ്പേ വെച്ച് ചൂടാക്കിയേച്ച് ഈ പരുവത്തിൽ ഈ ചിക്കൻ ഇങ്ങോട്ട് നീക്കിയിട്ടേച്ച് നടുക്ക് ഒരു ബൗളിനകത്ത് ഇത് വെച്ച് എണ്ണ ഒഴിച്ച് അന്നേരം അതിനകത്ത് പുക വരുമ്പോൾ ഇത് അടച്ച് വെച്ചാൽ മതി. അന്നേരം ആ സ്മോക്കി എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഞാൻ ആ ബട്ടർ ഇതിനകത്ത് ഇട്ടു. അപ്പോൾ ആ ബട്ടറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവർ നമ്മുടെ ചിക്കനെ പിടിച്ചിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനിട്ട് അധികം യുദ്ധം ചെയ്താൽ ഈ ചിക്കൻ പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ വേണ്ട ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റുക. ഓക്കെ, ഇനി ഇതേ പാനെ തന്നെ മാറ്റണ്ട, കഴുകുമൊന്നും വേണ്ട, ഇച്ചിരി കൂടെ രുചി കൂടിക്കോട്ടെ അന്നേച്ച് ഇച്ചിരി ബട്ടറോട് ഇടുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഒരു സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചാൽ നല്ലതാണ്. ഇനി തീ അങ്ങോട്ട് കൂട്ടി വെച്ചേച്ച് ഗ്രേവിക്ക് ഇതൊരു വലിയ സവാളയാണേ. ഉള്ളി മൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി ഗ്രേവിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചേർക്കണേ. നമ്മൾ എത്ര കോഴി എടുക്കുന്നു, 1 കിലോയുടെ കണക്കാന്ന് ഞാൻ ഏറ്റവും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാൻ പോകുന്നത്. നമ്മൾ പിന്നെ എടുക്കാൻ പോകുന്ന എത്ര കോഴിയാണെന്നോ അതനുസരിച്ച് വേണം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് പുരട്ടിയായിരുന്നു. ഗ്രേവിയിലും ഉണ്ട്. അന്നേരം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1.5 സ്പൂൺ ഇഞ്ചിയും 1.5 സ്പൂൺ വെളുത്തുള്ളി ആന്നേൽ ഇതിനകത്തൊരു 3/4 സ്പൂണും ഗ്രേവിക്കകത്തൊരു 3/4 സ്പൂണും അങ്ങനെ കൂട്ടിയാച്ചാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ കമർപ്പ് ഭയങ്കരമായിരിക്കും. ഉള്ളി ശരിക്കും നല്ലോണം ഒന്ന് ബ്രൗൺ ആവണം. ഈ ബ്രൗൺ കൂട്ടല്ലേ, ഈ കണക്ക് കൂട്ടല്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വറുത്ത് അതേ പാനെ തന്നെയല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അരപ്പ് ഉള്ളിയിലോട് ചേർന്ന് വെച്ച് ആ കളർ അതിലോട്ടായതാണ്. ഉള്ളി കുറച്ച് മൂത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് എന്നാന്നോ ഈ അരച്ച് വെച്ചേക്കുന്ന തക്കാളി, ഇതൊരു വലിയ തക്കാളി ഉണ്ടാവും. ഇനി ഈ തക്കാളിയുടെ ഫുൾ വെള്ളം ഒന്ന് പറ്റി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓരോന്നായിട്ടാണ് ചേർക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെനക്കെടാ, പക്ഷെ എന്നാലും 2 കറി ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു കറി വെക്കുന്നത്. നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഒരു ഇച്ചിരി തൈര. നേരത്തെ തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു, ചിക്കനേൽ നാരങ്ങാ നീരുണ്ടായിരുന്നു, പിന്നെ തൈരൂടെ ചേർക്കുമ്പോൾ പുളി നല്ലതായിട്ട് നോക്കിക്കോണം. ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ അതിനകത്ത് അങ്ങ് ചേരണം. ഈ വെള്ളം നിൽക്കെ തന്നെ ബാക്കി പൊടി ചേർക്കാവേ. നമ്മൾ പൊടിച്ചു വെച്ച ചിക്കൻ ടിക്ക മസാല, എരിവൊക്കെ അവരവരുടെ കണക്കിനനുസരിച്ച് ചേർക്കുക. കുറച്ച് മുളക് പൊടി, നമ്മൾ ഒഴിച്ച എണ്ണ ബട്ടർ ഇതെല്ലാം ഒന്ന് തെളിയണം, എന്നാലേ അതിൻ്റെ ആ ഒരു പച്ചച്ചോവയൊന്ന് മാറത്തുള്ളേ. ഇതിനകത്തോട്ട് നമ്മൾ മുളക് പൊടി ഇട്ടേക്കുക, പക്ഷെ എന്നാലും ഒരു ശകലം റെഡ് ചില്ലി ഫ്ലേക്സ്, ഒരു ശകലം മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ അതിനൊരു ഇച്ചിരി എരിവ് മുന്നോട്ട് വയ്ക്കും. ചില മുളകൊക്കെ അന്നേലും ഭയങ്കര എരിവാണ്. ഇനി തീ ഇച്ചിരി ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് ഞാനൊരു ഇച്ചിരി ക്രീം ചേർക്കുവാണേ. മുഴുവല്ല, കുറച്ച്. ഇത് മുഴുവൻ എന്തായാലും ഇതിനകത്ത് ചേർക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ സ്പൂണെ പറ്റിയത് ക്രീമേലായി അയ്യോ ഇതെന്നാ കാണിച്ചതെന്ന് വിചാരിച്ച് പേടിക്കണ്ട. ഇപ്പം
ആ ക്രീം മൊത്തം നമ്മുടെ ആ അരപ്പയിൽ നല്ലതായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ട്. ഇത് പാനെ നോക്കിയാൽ അറിയാം, നല്ലതായിട്ട് അങ്ങ് പിടിച്ചേച്ച് ആ എണ്ണ ഇനി വെളിയിലോട്ട് വരാൻ തുടങ്ങും. അന്നേരത്തേന് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇടുക. വേണ്ട, എണ്ണ തെളിയുന്ന കണ്ടോ, സൈഡ് നോക്കിയാൽ അറിയാം നമ്മുടെ സർഫസിലുണ്ട്. അതിൻ്റെ ഗ്രേവിയും ആ ബട്ടറിൻ്റെ അരപ്പ് അതൊന്നും കളയരുത്. ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ അരപ്പ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനെ പിടിച്ചു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാന്നേൽ ഇതുണ്ടല്ലോ മുഴുവൻ വെന്തിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ആ എല്ലിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി കൂടി ഒന്ന് വേവണം. മാത്രമല്ല ഇതിൻ്റെ അരപ്പൊന്ന് പിടിക്കുകയും വേണം. അതിനെന്നാ ചെയ്യണമെന്നറിയോ, ഒരു കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കുറച്ച് കൂടുതൽ കിട്ടാനായിട്ട് കസൂരി മേത്തി ഒത്തിരി ഇടണ്ട. ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് കഴിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ 3-4 തവണ ഇട്ടു, പക്ഷെ അതെന്നാന്നോ ഞാനൊരു ഇച്ചിരി വീതം ഇട്ടിട്ടുള്ളൂ. ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തതേ ഉള്ളൂ, ചിക്കനെ ചേർത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ സാധാ ഉപ്പ് ചേർക്കുവാണേ. പിന്നെ നോക്കിയിട്ട് നമുക്ക് ചേർത്താൽ മതി. അതല്ല ഇന്ദുപ്പാവിന് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. അതൊരു 1/4 ടീസ്പൂൺ. നമ്മുടെ ആ കോഴി എത്ര എടുത്തിരിക്കുന്നില്ലേ അതനുസരിച്ച് ചേർത്തേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ 2 പിഞ്ചാണ് എടുത്തത്. പിഞ്ച് എന്ന് പറയുമ്പോൾ 2 വിരലല്ല, ഈ 3 വിരലും കൂടെ ചേർത്തിട്ട് ഒരു 2 പ്രാവശ്യം ഇട്ടതാണ്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഈ അരപ്പൊന്ന് നമ്മുടെ ചിക്കനേലൊക്കെ ഒന്ന് പിടിക്കട്ടെ. പക്ഷേ ഈ ചിക്കൻ വേവുന്ന സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ആയിരിക്കും. കാരണം ആ മല്ലിയിലയും കൂടെ ടേസ്റ്റിനകത്തോട്ട് കയറണമല്ലോ, ആ ചിക്കനകത്തോട്ട് വരണമല്ലോ. അപ്പോൾ അതുകൂടെ കിടക്കട്ടെ. നമ്മുടെ മനസ്സിനെ, എല്ലാ മലയാളി പ്രേക്ഷകരുടെയും മനസ്സിനെ ചിരിച്ചുകൊണ്ട് കീഴടക്കിയ ഒരു വ്യക്തിയാണ് ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. അതാരാന്നല്ലേ, അദ്ദേഹത്തിനെ ഞാൻ ഇത്രയും നാൾ ഫിലിപ്പീനിൽ നിന്നിട്ട്, ഫിലിപ്പീനിൽ 2-3 കൊല്ലം നിന്നിട്ടുള്ളൂ. പക്ഷേ എങ്കിലും സ്റ്റിൽ ഇന്നും എൻ്റെ ഏട്ടൻ ഫിലിപ്പീനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ പല സമയത്തും എന്താ പറയുക, ഒരുപാട് ചോദ്യങ്ങൾ ഉള്ളിൽ ഉദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ആനീസ് കിച്ചണിലാണ് ആ ഭാഗ്യം കിട്ടിയത്. നമുക്ക് അദ്ദേഹത്തെ ഇന്ന് ആനീസ് കിച്ചണിലേക്ക് വെൽക്കം ചെയ്യാം. ആരാന്നല്ലേ, അത് എൻ്റെ കൂടെ തന്നെ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാൻ നിങ്ങളും വരും. നമ്മുടെ കറി റെഡി ആയോ നോക്കാം. കണ്ട ആ ബട്ടർ, ആ തിക്ക് ഗ്രേവി. ഇനി നമുക്ക് ഈ കറി ഓഫ് ചെയ്യാം. നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് തിളപ്പിച്ചോട്ടെ. ഓക്കെ, Kitchen. Let's cook with love.